2014 മെഡിറ്ററേനിയൻ സമുദ്രം താണ്ടി യൂറോപ്പിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹം ആരംഭിച്ചത്. അങ്ങനെ യൂറോപ്പിലെത്തിയ അഭയാർത്ഥികളിൽ ഭൂരിപക്ഷവും സിറിയ, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. യൂറോപ്പിന്റെ സമീപകാല ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകുന്ന ഒരു സത്യമുണ്ട്. 2014 മുതലുള്ള കാലയളവിലാണ് യൂറോപ്പിൽ ഏറ്റവും അധികം പേർ ഭീകരാക്രമണങ്ങളിൽ വധിക്കപ്പെട്ടത്. അഭയാർത്ഥികളായി വന്നവർ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വ്യാപകമായി തോക്കും കത്തിയും ഉപയോഗിച്ച് ആക്രമണങ്ങളും കൊലപാതകങ്ങളും നടത്താൻ തുടങ്ങി. അതിനു പുറമെ ബോംബ് സ്ഫോടനങ്ങളും. അങ്ങനെ 2014 മുതൽ അഭയാർത്ഥികൾക്കായി തങ്ങളുടെ വീടും മനവും തുറന്നുകൊടുത്ത യൂറോപ്യൻ ജനത വിഡ്ഢികളാക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയാണ് പിന്നീടുള്ള വർഷങ്ങളിൽ യൂറോപ്പ് മുഴുവൻ ദർശിക്കാനായത്. യൂറോപ്യൻ സ്ത്രീകളെ പരസ്യമായി ഉപദ്രവിക്കുക, മാനഭംഗപ്പെടുത്തുക തുടങ്ങിയവ എല്ലാം അഭയാർത്ഥികളിൽ ചിലരുടെ പതിവ് ശീലങ്ങളായി മാറി. നൂറുകണക്കിന് സ്ത്രീകളാണ് അഭയാർത്ഥികളാൽ കഴിഞ്ഞ 6 വർഷങ്ങൾക്കുള്ളിൽ യൂറോപ്പിൽ മാനഭംഗത്തിനും ഉപദ്രവങ്ങൾക്കും ഇരയായത്. ഫ്രാൻസ്, ജർമ്മനി, സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ അഭയാർത്ഥികളുടെ ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നാൾക്ക് നാൾ ഏറി വന്നു. ക്രൈസ്തവ ദേവാലയങ്ങൾ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുക എന്നത് യൂറോപ്പിൽ ഇന്ന് നിത്യസംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഫ്രാൻസിൽ മാത്രം ഇപ്പോൾ ദിനംപ്രതി ശരാശരി 3 ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു. അവയിൽ നല്ലൊരു പങ്കും ആക്രമിക്കുന്നത് അഭയാർത്ഥികളായി വന്ന് ഇവിടെ ഇടം പിടിച്ച മതഭീകരരാണ്. ബ്രിട്ടൻ, ഡെൻമാർക്ക്, സ്വിറ്റ്സർലൻഡ്, അയർലൻഡ്, ഇറ്റലി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിലും സ്ഥിതി ഏറെ വ്യത്യസ്തമല്ല. 2019 മാത്രം യൂറോപ്പിൽ ഏകദേശം 3000-ഓളം ക്രൈസ്തവ ദേവാലയങ്ങളുടെയും സെമിത്തേരികളുടെയും നേരെ അഭയാർത്ഥികളായി വന്നവരിൽ നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായി. ഈ പ്രവൃത്തികളുടെ തുടർച്ചയെന്നോണമാണ് 2020 സെപ്റ്റംബറിൽ ഒരു ടുണീഷ്യൻ അഭയാർത്ഥി ഇറ്റലിയിലെ കോമോ നഗരത്തിൽ അഭയാർത്ഥികളെ രാപ്പകൽ ശുശ്രൂഷിച്ച വൈദികനെ കുത്തിക്കൊലപ്പെടുത്തിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു ദാരുണ സംഭവത്തിന് ഫ്രാൻസ് സാക്ഷിയായി. ഫ്രാൻസിലെ ഒരു അധ്യാപകൻ ഒരു മത തീവ്രവാദിയാൽ കഴുത്തറുത്ത് കൊല ചെയ്യപ്പെട്ടു. മത തീവ്രവാദികളുടെ ഇത്തരം പ്രവർത്തികൾക്കെതിരെ ഫ്രഞ്ച് ഗവൺമെന്റ് ശക്തമായ നടപടി എടുത്തപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഫ്രാൻസിലെ നൈസ് നഗരത്തിൽ ഒരു ടുണീഷ്യൻ അഭയാർത്ഥി ക്രൈസ്തവ ദേവാലയത്തിൽ ആക്രമിച്ചു കയറി 3 പേരെ കഴുത്തറുത്തും കുത്തിയും കൊലപ്പെടുത്തിയത്. മാത്രമല്ല, കൊലയ്ക്ക് ശേഷം കൊലയാളി അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ വിളിച്ച് അലറി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞാൽ ഇപ്പോഴാണ് യൂറോപ്യൻ ജനത ആ സത്യം തിരിച്ചറിയുന്നത്. അതായത്, മെച്ചപ്പെട്ട ജീവിതാവസ്ഥ നേടിയെടുക്കുക എന്നതിനേക്കാൾ കൂടുതലായി മറ്റെന്തൊക്കെയോ ആയിരുന്നു മെഡിറ്ററേനിയൻ കടൽ കടന്നു വന്ന അഭയാർത്ഥികളുടെ ലക്ഷ്യങ്ങളെന്ന്. ആയിരക്കണക്കിന് അഭയാർത്ഥികളുടെ ജീവൻ കടലിൽ പൊലിഞ്ഞു പോയപ്പോൾ പോലും അവരെ തിരിഞ്ഞു നോക്കാതിരുന്ന സമ്പന്ന മതരാഷ്ട്രങ്ങളാണ് ഇന്ന് അവർക്ക് വേണ്ടി ഉപരോധങ്ങൾ തീർക്കുന്നത് എന്നത് അവരുടെ കപടതയുടെ മറ്റൊരു മുഖം. ഈ പ്രത്യേക സാഹചര്യത്തിലാണ് ഫ്രാൻസിലെ നീസ് നഗരത്തിൽ നടന്ന ക്രൈസ്തവ ബസിലിക്ക ആക്രമണത്തെ വത്തിക്കാനിലെ ആരാധന തിരുസംഘത്തിലെ അധ്യക്ഷൻ കർദിനാൾ റോബർട്ട് സാറ അതിരൂക്ഷമായി വിമർശിച്ചത്. തീവ്രവാദ ഭീഷണിക്കെതിരെ യൂറോപ്പ് ഉയർത്തെഴുന്നേൽക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശക്തിയോടും നിശ്ചയദാർഢ്യത്തോടും കൂടി പോരാടേണ്ട ഭീകര മതഭ്രാന്താണ് മത തീവ്രവാദം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ട്വീറ്റ്. യൂറോപ്പിലെ സംഭവ വികാസങ്ങളിൽ നിന്ന് ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സമൂഹങ്ങൾ ഏറെ പാഠങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അക്കാര്യങ്ങൾ തിരിച്ചറിയാനും ഉൾക്കൊള്ളാനുമുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാകട്ടെ ഫ്രാൻസിലെ ക്രൈസ്തവ ദേവാലയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന തീവ്രവാദ ആക്രമണവും പൈശാചിക കൊലപാതകങ്ങളും.